നമസ്കാരം. ആംഷർ ചാപ്ലേസ്മെന്റ് UAE നിങ്ങൾക്കായി എത്തിയിരിക്കുന്നത് നഴ്സസ് ടു UK എന്ന ടോപ്പിക്കുമായിട്ടാണ്. ഏറ്റവും അധികം മലയാളി നഴ്സസ് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് UK ആണ്. UK പല ട്രസ്റ്റ് ഹോസ്പിറ്റലുകളായി ആയിരക്കണക്കിന് മലയാളി നഴ്സസ് വർഷങ്ങളായി ജോലി ചെയ്യുന്നു. കോവിഡിൻ്റെ ഈ സാഹചര്യത്തിന് ശേഷം ആയിരക്കണക്കിന് നഴ്സസ് കുടിയേറിക്കൊണ്ടിരിക്കുന്നു. അവർ അവരുടെ എക്സ്പീരിയൻസിനും OET എക്സാമിനും അല്ലെങ്കിൽ IELTS എക്സാമിനും CBT പോലുള്ള അവരുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനൊക്കെ ശേഷം ട്രസ്റ്റുകൾ ഇൻ്റർവ്യൂ നടത്തി UK അവർക്ക് കുടിയേറാനുള്ള അവസരമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും ഇന്നത്തെ വീഡിയോയും UK നഴ്സസിന് വേണ്ടിയിട്ടാണ്. ഈ വീഡിയോയിൽ ഞാൻ ഏറ്റവും അധികം പറയാൻ ശ്രമിക്കുന്നത് UK നഴ്സസിൻ്റെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ആംഷർ വഴി വരുന്നുണ്ട്. അപ്പോൾ UK പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ CBTയും OETയും എക്സാമൊക്കെ ക്ലിയർ ചെയ്ത് നിൽക്കുന്ന നഴ്സസ് ഈ വീഡിയോ കാണുക. സ്വാഗതം. UK നേഴ്സായി മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നഴ്സിംഗ് രജിസ്ട്രേഷൻ ഇന്ത്യയിലെ മാത്രം പോരാ. CBT എന്ന എക്സാം അല്ലെങ്കിൽ IELTS എക്സാം ലാംഗ്വേജിന് വേണ്ടി, OET എന്ന എക്സാം, ഇതിലേതെങ്കിലും OET IELTS ഒക്കെ ക്ലിയർ ചെയ്തിട്ട് അവർ ട്രസ്റ്റ് NHS ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റലുകളുടെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത്, മൾട്ടിപ്പിൾ ഇൻ്റർവ്യൂസ് ഒക്കെ ആയിരിക്കും ചിലർ അറ്റൻഡ് ചെയ്ത് അവരുടെ COS ഓഫർ ലെറ്റർ മുതലായവ കിട്ടിയ ശേഷം വിസ പ്രോസസ്സ് ചെയ്താണ് UK സിംഗിളായോ ഫാമിലിയായോ നഴ്സസ് കുടിയേറുന്നത്. സോ അതിൽ നിരവധി നിയമമാറ്റങ്ങൾ ഇടയ്ക്കുണ്ടാകുകയുണ്ടായി. അവരുടെ സാലറിയിലുള്ള മാറ്റങ്ങൾ, ഇമിഗ്രേഷൻ നയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ ടോപ്പിക്. ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ടതല്ല നമ്മുടെ ടോപ്പിക്. അവർക്ക് ഇൻ്റർവ്യൂസ് കിട്ടുന്നില്ല. പല ഹോസ്പിറ്റലുകളിലും ഇൻ്റർവ്യൂസ് ഇവിടുത്തുള്ള നഴ്സസിന് കിട്ടുന്നില്ല. ഒരു OETയുടെ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള കേരളത്തിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ OET സെൻറ്ററുകളിൽ മിനിമം മാസം തോറും 200-നും 300-നും ചില സെൻറ്ററുകളിൽ 500 നഴ്സസാണ് OET കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ 100 കണക്കിന് OET ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിലുണ്ട്. അതിൽ ബ്രാൻഡായി നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്ന POI പ്രൊട്ടക്ട് ഓഫ് എമിഗ്രന്റ് ലൈസൻസ് ഉള്ള നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ സൗത്ത് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും എസ്പെഷ്യലി UAEയിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അവരെല്ലാ എക്സാമും കംപ്ലീറ്റ് ചെയ്ത് വേണ്ടത്ര ഡോക്യുമെൻസുമായി ഇൻ്റർവ്യൂവിന് കാത്തിരിക്കുന്ന നഴ്സസിന് വേണ്ടിയാണ് ആംഷർ പ്ലേസ്മെന്റ് UK തന്നെ ഏറ്റവും ഫേമസ് ആയ ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് സർവീസ് ശൃംഖലയിലെ പ്രധാനിയായ മിസ്റ്റർ റിച്ചാർഡും ചേർന്ന് 300ഓളം നഴ്സസിന് വേണ്ടി ഈ വർഷം മുഴുവനാണ്, നാളെ 300 നഴ്സസിനെ ഇൻ്റർവ്യൂ ചെയ്യാനല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി 300 നഴ്സിനെ വിവിധ ട്രസ്റ്റുകളിലേക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ധാരണയെത്തി കരാറിലായിരിക്കുകയാണ്. ഞങ്ങൾ ഈ സേവനങ്ങൾ അല്ലെങ്കിൽ ഈ സർവീസ് പെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുന്ന ആളുകൾ ഈ പെയ്ഡ് സർവീസ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാണുക. കാരണം ഫ്രീ ആയി ഇൻ്റർവ്യൂ നൽകുന്നതിന് വേണ്ടി സൗജന്യ റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഗവൺമെൻറ് സംവിധാനങ്ങളും അത് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാത്തിരിക്കാം, ഇനിയും തുടർന്ന് കാത്തിരുന്നോളൂ. ഒരിക്കലും അത് തെറ്റായ കാര്യമല്ല. നിങ്ങളെ കേസ് വരുമ്പോൾ അവർ നിങ്ങളെ അറിയിക്കും, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യും. അങ്ങനെയല്ല, ഒരു പ്രീമിയം കൺസൾട്ടൻറ്റ് സർവീസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആംഷർ പ്ലേസ്മെന്റ് UAEയുടെ സേവനം UAEയിലുള്ള നഴ്സസിന് നേരിട്ട് വന്നോ ഇല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നഴ്സസിന് ഓൺലൈനായോ ഈ സംവിധാനത്തിലൂടെ ഞങ്ങളുടെ സർവീസ് ലഭ്യമാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഇതൊരു പെയ്ഡ് പ്രീമിയം കൺസൾട്ടൻസ് വഴിയുള്ള സർവീസാണ്. അപ്പോൾ ഇത് ഞാൻ സംസാരിക്കുന്നത് നഴ്സിംഗ് ഈ പറയുന്ന കോഴ്സ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് എടുത്ത് OET എടുത്ത് CBT എടുത്ത് വീണ്ടും കാത്തിരിക്കാൻ താല്പര്യമില്ലാത്ത, ഉടനെ ഒരു NHS ട്രസ്റ്റിൻ്റെ അണ്ടറിൽ ഒരു ഇൻ്റർവ്യൂ കിട്ടാൻ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആംഷർ ഇതിൻ്റെ ഒരു സിസ്റ്റം ഞാൻ ആദ്യമേ പറയാം. ഞങ്ങൾ നിലവിൽ ഈ മാസം, ഞാൻ സംസാരിക്കുന്നത് 2024 ഏപ്രിൽ മാസമാണ്. ഈ മാസം ലാസ്റ്റോടുകൂടി 20 നഴ്സസിനെ ഞങ്ങൾ ഫിൽട്ടർ ചെയ്യും. അതിൽ 2 പേരുടെ ഇൻ്റർവ്യൂ ഞങ്ങൾ സ്ക്രീനിങ് ഇൻ്റർവ്യൂ ആയിരിക്കും ആദ്യം നടക്കുക. അത് ഞങ്ങളുടെ കൺസൾട്ടൻ്റ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ സർവീസിൻ്റെ ആദ്യഘട്ടം
ഈ ഒരു മാസം 20 അല്ലെങ്കിൽ മാക്സിമം 30 നഴ്സസിനെ സ്ക്രീൻ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യഘട്ടം എന്ന നിലയിലാണ് ഈ ഷോർട്ട് നമ്പേഴ്സ്. അത് കഴിഞ്ഞ് നമ്മൾ സക്സസ് ആയ ശേഷം ബാക്ക് ടു ബാക്ക് നിങ്ങളുടെ ഓഫർ കിട്ടുക അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജസ് കടന്നു പോകുന്നതനുസരിച്ച് നമ്പേഴ്സ് കൂട്ടും. എന്നാൽ ആദ്യത്തെ മാസം 20 പേരെയാണ് നമ്മൾ സ്ക്രീൻ ചെയ്യുക. അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി 2 പേർക്ക് പ്രീ സ്ക്രീനിങ് ഇൻ്റർവ്യൂ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ കൺസൾട്ടൻ്റ് വഴി മിസ്റ്റർ റിച്ചാർഡിൻ്റെ ടീം വഴി UK നേരിട്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് ഈ പ്രീ സ്ക്രീനിങ് ഇൻ്റർവ്യൂ ആയിരിക്കും. ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും നിങ്ങളൊരു ഡയറക്റ്റ് ലൈവ് ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാനും നിങ്ങളുടെ പ്രൊഫൈൽ ഒരു NHS ട്രസ്റ്റിന് സബ്മിറ്റ് ചെയ്താൽ അവർക്കത് ഇഷ്ടപ്പെടുമെന്ന് കൺസൾട്ടൻറ്റിനോട് അറിയാനും ഒക്കെയാണ്. അതിൻ്റെ പ്രീ സ്ക്രീനിങ്ങിന് ശേഷമുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ കൺസൾട്ടൻസ് ആ ഇൻഫർമേഷൻ തരികയും അടുത്ത ഇൻ്റർവ്യൂ നിങ്ങൾക്ക് 1-2 അറ്റംപ്റ്റിൽ അത് പാസ്സായി ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്ത് 1-2 ഇൻ്റർവ്യൂവിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടാൻ അത് ഉപകരിക്കുമെന്നതുകൊണ്ടാണ് ഒരു പ്രീ സ്ക്രീനിങ് ഇൻ്റർവ്യൂ നമ്മൾ വെക്കുന്നത്. പിന്നെ നിങ്ങളെ പറ്റിയും കൺസൾട്ടൻ്റ് അറിയണം. കാരണം നിങ്ങളുടെ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ പ്രൊഫൈൽ കൺസൾട്ടൻ്റ് ഒരു ട്രസ്റ്റിനെ ഏൽപ്പിക്കുകയാണ്. നിലവിൽ ഇൻ്റർവ്യൂസ് നടക്കുന്നില്ല. ആ സാഹചര്യത്തിൽ നമുക്ക് വളരെ ലിമിറ്റഡ് നമ്പേഴ്സാണ് പല ട്രസ്റ്റുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർക്കിത് കൊടുത്ത് നിങ്ങളുടെ പ്രൊഫൈലിലൂടെ കൺസൾട്ടൻ്റ് അറിയിച്ച ശേഷമായിരിക്കും നമ്മൾ അവിടെ നിന്നുള്ള ട്രസ്റ്റിൽ നിന്നുള്ള ഇൻ്റർവ്യൂസ് അറേഞ്ച് ചെയ്യുന്നത്. അതേപോലെ ഈ NHS ട്രസ്റ്റ് നേരിട്ട് നമ്മുടെ കൺസൾട്ടൻറ്റിനെയാണ് ഇതിൻ്റെ ഓതറൈസേഷൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UK നിന്നായിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ HR പ്ലേസ്മെൻറ്റ് UAE സ്കെഡ്യൂൾ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാവാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. എന്തുകൊണ്ടാണ് ട്രസ്റ്റുകളിൽ നിന്നുള്ള ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള NHS ഇൻ്റർവ്യൂസ് നടക്കാത്തത്? ഇത് അവരുടെ രാജ്യത്തിൻ്റെ ഇമിഗ്രേഷനും നയപരവുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിന് ഉത്തരം നൽകാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺസൾട്ടൻറ്റോ നമ്മളോ അതിനുള്ള ഉത്തരം തരുന്നില്ല. എങ്കിലും ഇൻ്റർവ്യൂ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഇൻ്റർവ്യൂ ഉടനെ ആരംഭിക്കുമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. കാത്തിരിക്കുക, ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. എന്തായാലും നമ്മൾ നൽകുന്നത് ഒരു പ്രീമിയം സർവീസ് ആണ്. ഇറ്റ്സ് എ പെയ്ഡ് സർവീസ്. ഇതാണ് NHS ട്രസ്റ്റ് എന്ന് ഓൾമോസ്റ്റ് എല്ലാ UK പോകാൻ പ്ലാൻ ചെയ്യുന്ന നഴ്സസിന് അറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലോ യൂട്യൂബിലോ തിരക്കിയാൽ അതിന് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിലവിലൊരു കണക്ക് പ്രകാരം NHS ട്രസ്റ്റുകളിൽ തന്നെ പല ട്രസ്റ്റുകളായിട്ട് നോക്കുവാണെങ്കിൽ ഓൾ UK ഒരു 40,000 നഴ്സസിൻ്റെ ഷോർട്ടേജ് വരുമെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ കെയർ അറിയിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതൊരു 2030 ആകുമ്പോഴത്തേനും ഈ ഷോർട്ടേജ് ഏകദേശം 1 ലക്ഷം കവിയുമെന്നാണ് പറയുന്നത്. അപ്പം നഴ്സസിൻ്റെ ആവശ്യകത അവിടെയുണ്ട്. ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ അങ്ങോട്ടുള്ള വിസ പ്രോസസ്സിംഗ് ആണ് ഡിലേ ആയി വരുന്നത്. അപ്പം നേഴ്സിൻ്റെ ആവശ്യകത എന്തായാലും NHSനുണ്ട്. പിന്നെ NHS എന്താണെന്ന് ചോദിച്ചാൽ ദി നാഷണൽ ഹെൽത്ത് കെയർ സർവീസ് NHS UK ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി കെയർ, കമ്മ്യൂണിറ്റി കെയർ എന്നിവയൊക്കെ നടത്തുന്നതിന് അല്ലെങ്കിൽ ആ സേവനങ്ങൾ നൽകുന്നതിനായി നാഷണൽ ഹെൽത്ത് കെയർ സർവീസ് ആൻഡ് കമ്മ്യൂണിറ്റി കെയർ ആക്ട് പ്രകാരം 1950 കമ്മ്യൂണിറ്റി കെയർ ആക്ട് പ്രകാരത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന ട്രസ്റ്റ് സംവിധാനമാണ് NHS ട്രസ്റ്റ്. ഏകദേശം കണക്കുകൾ പറയുന്നത് ഇന്ന് നിലയിലെ സ്ഥിതി പ്രകാരം 200-ന് മുകളിൽ ട്രസ്റ്റ് സംവിധാനങ്ങളാണ് UK അല്ലെങ്കിൽ വെയിൽസിലൊക്കെ ആയിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ഏകദേശം 80,000-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഹെൽത്ത് കെയർ സംവിധാനം അല്ലെങ്കിൽ ഒരു ട്രസ്റ്റാണ് UK NHS ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ NHS ട്രസ്റ്റിനെ പറ്റിയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ദീർഘമായി അറിയേണ്ട അല്ലെങ്കിൽ ഒരു ലീഗൽ കൺസൾട്ടൻ്റ് ഒപ്പീനിയൻ അറിയണമെങ്കിൽ, ട്രസ്റ്റിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീ സ്ക്രീനിങ് ഇൻ്റർവ്യൂ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സെലക്റ്റഡ് ആണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ പ്രീ സ്ക്രീനിങ് സമയത്ത് ട്രസ്റ്റിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് UK കൺസൾട്ടൻ്റ് വഴി അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് വരാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ള സ്ഥലത്തിൽ നിന്ന് ഉള്ള ട്രസ്റ്റിലെ ഇൻ്റർവ്യൂസ് ഞങ്ങൾക്ക് കിട്ടുമോ? അതിൽ എനിക്ക് പറയാനുള്ളത് നിലവിലെ സാഹചര്യത്തിൽ വളരെ പ്രയാസകരമായിരിക്കും. കാര്യം NHS ട്രസ്റ്റിൻ്റെ ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് ഒന്നും ഇപ്പം നടക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് പോലും നമുക്കിപ്പോൾ ഏജൻസി വഴി അവർ ചെയ്യിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് പോലും ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ
NHS ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായ ആളെ ആവശ്യമുള്ള മേഖലയിൽ നിന്നാണ് നമുക്ക് ഈ ട്രസ്റ്റുകളിൽ നിന്ന് നമ്മുടെ കൺസൾട്ടൻ്റ് ഈ ഓപ്പർച്യൂണിറ്റീസ് അവസരം ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ള മേഖലയല്ല. നിലവിലെ സ്ഥിതി പ്രകാരം അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ കാത്തിരിക്കണോ, അതോ ഒരു ട്രസ്റ്റബിൾ അല്ല ഒരു ട്രസ്റ്റ് നമുക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നു അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അത് നോയാണ്. എങ്ങനെയാണ് NHS ട്രസ്റ്റിൽ നിന്ന് നമ്മുടെ കൺസൾട്ടൻ്റ് വഴി നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ആംസ്റ്റർ ടീം വെരിഫൈ ചെയ്യുന്നത് ആപ്ലിക്കൻ്റ് ആയ നഴ്സിൻ്റെ UK NHS അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ CV ആയിരിക്കും. ഇറ്റ് ഷുഡ് ബി വെരി ഗുഡ് ആൻഡ് ക്ലിയർ CV. ആ CVയുടെ മോഡൽ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും. അതിന് അനുസരിച്ച് തന്നെ നിങ്ങളുടെ CV ക്രിയേറ്റ് ചെയ്യുക. പ്രധാനമായും CVയിൽ ഉൾപ്പെടുത്തേണ്ടത് പേഴ്സണൽ ആൻഡ് അക്കാഡമിക് നഴ്സിംഗ് ട്രെയിനിങ് ഡീറ്റെയിൽസ് ആണ്. അതിലുപരി എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ള ഒരു CV ഡെമോ മോഡൽ ക്ലിയർ ആയിട്ട്, വളരെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള CVയുടെ ഡെമോ നിങ്ങൾക്ക് ലഭിക്കും. CV കൂടാതെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ പ്രീ സ്ക്രീനിങ് ഇൻ്റർവ്യൂവിന് ആവശ്യമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പാസ്പോർട്ട്, ക്ലിയർ ആൻഡ് സ്കാൻ ഒറിജിനൽ കോപ്പി വേണം. അതുപോലെ അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റിൻ്റെ സ്കാൻ ആൻഡ് ഒറിജിനൽ കോപ്പി, IELTS അല്ലെങ്കിൽ OETയുടെ ക്ലിയർ ആയിട്ടുള്ള കോപ്പി നമുക്ക് ആവശ്യമാണ്. ഇനിയും റെഫറൻസ് ലെറ്റർ, LOR അവരുടെ ലെറ്ററിലായിട്ടുള്ള അതൊക്കെ ഇൻസ്ട്രക്ഷൻ തരും. എക്സ്പീരിയൻസ് ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ അപ്ഡേറ്റഡ് CV ഞാൻ ഒരിക്കൽ പറഞ്ഞു. CV ക്ലിയർ ആയിട്ട് വേണം. പിന്നെ CBT പാസ് സർട്ടിഫിക്കറ്റ്സ്. ഇതൊക്കെയാണ് പ്രീ സ്ക്രീനിങ്ങിന് വേണ്ടത്. ഡീറ്റെയിൽ ആയ ഇൻഫർമേഷൻ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് കൺസൾട്ടൻസിൽ നിന്നുള്ള നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതനുസരിച്ച് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് നമുക്ക് വെരിഫിക്കേഷനിലേക്ക് പോകുന്നത്. പ്രൈമറി ഡോക്യുമെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്ത ശേഷം എന്താണ് നടക്കുന്നത് പറയാം. പ്രൈമറി ഡോക്യുമെൻറ്റ്സ് നമുക്ക് കിട്ടി, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കിട്ടിയ ശേഷം ഒരു സ്ക്രീനിങ് UAE ഞങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ ടീം തരും. നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം എല്ലാ ഡോക്യുമെൻറ്റ്സും പെർഫെക്റ്റ് ആണെങ്കിൽ അത് നമ്മുടെ UKയിലെ കൺസൾട്ടൻറ്റ് ടീമിന് വേണ്ടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. അവിടെയാണ് വെരിഫിക്കേഷൻ നടക്കുക. ആ വെരിഫിക്കേഷൻ ശേഷം നമുക്ക് സ്ക്രീനിങ് കഴിഞ്ഞിട്ട് നിങ്ങളെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആ സമയത്ത് പ്രീ സ്ക്രീനിങ് ഇൻ്റർവ്യൂവിന് തയ്യാറാകുക. ഓൺലൈനാണ്. ഓൺലൈൻ അത് എങ്ങനെ പങ്കെടുക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടും. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ, ക്ലീൻ ഞാൻ പോലെ സൗണ്ട് ഒന്നും ഇല്ലാത്ത നെറ്റ് കണക്ഷൻസ് ഒക്കെ പക്കായ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങളുടെ യൂണിഫോമിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂവിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നേരത്തെ ലഭിക്കുന്നതല്ല. കാരണം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓൾറെഡി നിങ്ങൾ CBTയും OETയും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പക്കാ പ്രൊഫഷണൽ ആയ ഒരു നേഴ്സാണ്. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മുടെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷെ അതൊരു ട്രെയിനിങ് ആയിക്കൂടെ നിങ്ങൾക്ക് കണക്കാക്കാം. നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു റെഫറൻസ് കിട്ടി നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. GNM ഒക്കെ അക്സെപ്റ്റഡ് ആണോ? യെസ്, GNM അല്ലെങ്കിൽ പോസ്റ്റ് BSc MSc നഴ്സിനൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇൻ്റർവ്യൂ തിരഞ്ഞെടുക്കപ്പെട്ടാൽ സാധാരണ NHS ഹോസ്പിറ്റൽ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാണോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ ഒരു ഇതിട്ടപ്പം തന്നെ വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓഫ് കോഴ്സ് നമുക്ക് ഈ പറയുന്ന ഇതിനകത്ത് ഒരു പ്രീമിയം സർവീസ് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ആംസ്റ്റർ പ്ലേസ്മെൻറ്റ് ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ നമുക്ക് ട്രസ്റ്റിൽ നിന്നും നമ്മുടെ കൺസൾട്ടൻറ്റിന് ഈ 300ഓളം നഴ്സസിൻ്റെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആണ് നമ്മൾ ഇതിൻ്റെ കരാറിൽ ഒപ്പിട്ടത്. അപ്പം അതുകൊണ്ട് എന്താണോ NHS ഫ്രീ റിക്രൂട്ട്മെൻറ്റ് വഴി കേരളത്തിലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള എസ്പെഷ്യലി UAEയിലുള്ള ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴി നൽകുന്നതായ സർവീസ്, അത് ഒരു പ്രീമിയം കൺസൾട്ടൻറ്റ് മിസ്റ്റർ റിച്ചാർഡിൻ്റെ നേതൃത്വത്തിലുള്ള ടീം നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഈ ഒരു സമയത്ത് നൽകുന്നു. അതിനാണ് ഒരു പ്രീമിയം സർവീസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഈ പ്രീമിയം സർവീസിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി വരുന്നുണ്ട്. ആനുകൂല്യങ്ങൾ എന്താണോ ട്രസ്റ്റ് നൽകുന്നത് അത് നിങ്ങൾക്ക് കിട്ടും. സാലറി ആനുകൂല്യങ്ങൾ, നിങ്ങളുടെ ബെനിഫിറ്റ്സ്, ഇതൊക്കെ എന്താണോ ഒരു NHS ട്രസ്റ്റിൻ്റെ നിയമപരമായിട്ട് കിട്ടേണ്ടത് അതിനകത്തൊന്നും ഒരു തടസ്സവും ഉണ്ടാവില്ല. ദി ഒബ്ജക്റ്റീവ് സ്ട്രക്ചർ, ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഓക്സി എക്സാമിനേഷൻ പ്രിപ്പറേഷൻസും ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഒരു ട്രസ്റ്റ് എങ്ങനെയാണോ നിങ്ങൾക്ക് ഒരു ഫ്രീ റിക്രൂട്ട്മെൻറ്റിലൂടെ തരുന്നത് അതേ സംവിധാനം തന്നെയാണ്. അതിനകത്ത് ഒരു മാറ്റമില്ല. സോ ഓക്സി എക്സാമിൻ്റെ ഈ കാര്യം അങ്ങനെ തന്നെയാണ്. ആസ് പെർ ദ ട്രസ്റ്റ് ഡിസിഷൻ എങ്ങനെയാണോ നിലവിൽ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് വഴി ഇവിടുന്ന് പോകുന്ന നഴ്സസിന് കിട്ടുന്നത് അതേ സംവിധാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു.
ഓക്സിഡ് ട്രെയിനിങ് എല്ലാം 2 months ആണ്, അല്ല മാക്സിമം 2 monthsനുള്ളിൽ നടത്തും. ഇതൊക്കെ അവിടെ ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ NMC നാഷണൽ മിഡ്വൈഫറി കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലാത്തവരാണെങ്കിൽ UK നമ്മുടെ പ്രീ സ്ക്രീനിങ് ഇൻ്റർവ്യൂവിന് ശേഷം നിങ്ങൾ സെലക്റ്റഡ് ആണെങ്കിൽ ഉറപ്പായും നമ്മുടെ കൺസൾട്ടൻറ്റ് നിങ്ങളെ അറിയിക്കുക. ഏകദേശം ഒരു 325 പ്ലസ് പൗണ്ട്സ് ആണ് അതിന് ചാർജ് വരുന്നത്. സോ അത് നിങ്ങളെ അറിയിക്കും. അതിൻ്റെ ഫീസ് അടച്ച് NMC ഇവാലുവേഷൻ ആൻഡ് രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. വിസ പ്രോസസ്സിംഗ് നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് നിന്നുള്ള VFS UK വഴിയുള്ള ബയോമെട്രിക്സ് ആൻഡ് വിസ പ്രോസസ്സിംഗ് നിങ്ങൾ ചെയ്യുക. വിസ പ്രോസസ്സിങ്ങിൻ്റെ ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ആംസ്റ്റർഡാമിൽ ഒരു വിസ ഓഫീസർ നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ VFS നോർമലി എങ്ങനെയാണോ VFS വിസ സംവിധാനം ഫോർ നഴ്സസ് അത് തന്നെയാണ് ഇതിലുമുള്ളത്. അല്ലാതെ വേറെ പ്രയോറിറ്റി ഒന്നുമില്ല. ഇനി എത്ര സാലറി ആസ് പെർ ദ ഗവൺമെൻറ് ലോ 28K പ്ലസ് ആണ് നിങ്ങൾക്ക് നിയമപ്രകാരം ലഭിക്കേണ്ട ശമ്പളം. അതായത് UK സാലറി ബാൻഡ് 5 പ്രകാരം ഏറ്റവും കുറഞ്ഞ സാലറി ലഭിക്കേണ്ടത് 28,407 പൗണ്ട്സ് ആണ് ആനുവലി. സോ ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ ശമ്പളം. അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ്, അതർ ബെനിഫിറ്റ്സ്, അലവൻസ്, പ്രീ ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. അത് നിങ്ങൾക്ക് അവിടെ ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇതൊക്കെയാണ് ഈ പറയുന്ന ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഒരു അറിയേണ്ട കാര്യങ്ങൾ. ഇനി വിസയെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ സംസാരിക്കാം. ഇതുവരെയുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഒരു വോയിസ് ആയിട്ട് അയയ്ക്കുക. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഓഫീസേഴ്സ് ഉണ്ടാവും. അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും. ദയവായി വാട്സാപ്പിൽ വോയിസ് ആയിട്ട് അയയ്ക്കുക. ഹായ്, ഹലോ, കോൾ ചെയ്യാമോ എന്ന് ചോദിക്കരുത് പ്ലീസ്. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ ഞങ്ങളുടെ ഓഫീസേഴ്സ് നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യും.